കാസർഗോഡ് ഒരു സെഷൻക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ 2-3 പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ നൈറ്റ് ലൈഫ് കൂടി ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. പ്രോഗ്രാമുള്ളടത്ത് നിന്ന് കാസർഗോഡ് സിറ്റിക്ക് ഒരു ട്രെയിനും കൂടി കയറണം. നമ്മൾ ജനറലാണ് ചൂസ് ചെയ്ത്. ഫുൾ ഒഴിവായിരുന്നു കേട്ടോ. നോമ്പ് തുറന്നിട്ട് ചായ കുടിക്കാൻ നിൽക്കാത്തതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പാക്കാക്കി തിന്നിരുന്നു. ഞാനും എന്റെ കൂടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടനും കൂടിയാണ് തിന്നീർത്ത്. കാസർഗോഡ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 2020 മൂഡാണ് ഫീൽ ചെയ്ത്. ജനറൽ മൊത്തം ഒഴിവാണെങ്കിൽ ഈ ട്രെയിനിന്റെ ബാക്കി കമ്പാർട്ട്മെന്റിലൊക്കെ നല്ല തിരക്കുണ്ട്. ആ വേസിക്കാര് പിന്നെ അങ്ങാടി തണ്ടാൻ തുടങ്ങി. ഇവർക്ക് നോമ്പിന്റെ എല്ലാ രാത്രിയും പെരുന്നാളുമാരിയാണ്. കാസർഗോട്ടുകാരിൽ ഞാൻ ശ്രദ്ധിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, മുടിയും താടിയൊക്കെ എല്ലാവരും നല്ല രീതിയിൽ നോക്കും. എല്ലാവരും അതിനും വേണ്ടി നല്ലോണം സമയം കണ്ടെത്തുന്നവരാണെന്ന് തോന്നുന്നു. നമുക്കെന്ത് മുടിയും താടി, നോമ്പായിട്ടൊന്ന് വൃത്തിയാക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ഇനി പെരുന്നാൾക്ക് ഇൻഷാല്ലാ സെറ്റ് ആക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, കാസർഗോട്ടുകാർ കുറച്ചും കൂടി ട്രെൻഡിയാണ്. ഈ റീൽസിലൊക്കെ കാണുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ നോക്കും. പുതിയ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരാൻ നോക്കും. ഞാനും 2017 ശേഷം ആദ്യമായിട്ട് കാണുന്ന മുനീറാക്കിയും ഒരു മോര് തന്ത വൈബും മാങ്ങിയും പൈനാപ്പിളൊക്കെ കഴിച്ചു. പണ്ട് +1 പഠിക്കുന്ന കാലത്ത് ഒരു ഫേമിൽ പാർട്ട് ടൈം ചെയ്തപ്പോൾ അവിടുത്തെ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്നു മുനീറാക്ക. പിന്നെ പാർഷയെ പോയിട്ട് സ്റ്റീംഡ് മൊമോസ് കഴിച്ച് ഇത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ കടകളുടെ പേരൊക്കെ കോമഡിയാണ്. അടിയോടടി. പിന്നെ വേറെ കടന്റെ പേരാണ് മലബാർ. എന്തായാലും ഇവിടുത്തെ രാത്രികൾ മനോഹരാണ്. ചൈനീസും ജപ്പാനീസും ഒക്കെ ആയിട്ട് ഒരുപാട് കുറെ ഫുഡിന്റെ വെറൈറ്റികളുണ്ട് ഇവിടെ. പിന്നെ മാലിക് ദിനാർ അള്ളാന്റെ അവിടെ പോയി സിയാർത്ത് ചെയ്തു. ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. ഇദ്ദേഹം സ്വഹാബിയാണെന്ന് വരെ അഭിപ്രായങ്ങളുണ്ട്. രാത്രി വീണ്ടും ജനറലാണ്. അടുത്ത യാത്രാ വീഡിയോകളുമായി കാണാം. അസ്സലാമ.